ഹായ്. എക്സ്പെൻസീവ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടും സ്കിന്നിൽ പിമ്പിൾസ്, ഇറിറ്റേഷൻ, റെഡ്നെസ് ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? സംടൈംസ് പ്രോബ്ലം നിങ്ങളുടെ സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ ആവണമെന്നില്ല. മിക്സിംഗ് ദ റോങ് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് ക്യാൻ ഇറിറ്റേറ്റ് യുവർ സ്കിൻ ഇൻസ്റ്റെഡ് ഓഫ് ഇംപ്രൂവിങ് ഇറ്റ്. ഹിയർ ഐ ആം ഡിസ്കസിങ് 5 those combinations that you should avoid. First combination is retinol and benzoyl peroxide. ബെൻസോയിൽ പെറോക്സൈഡ് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇത് റെറ്റിനോളിനെ ഡീആക്ടിവേറ്റ് ചെയ്യും. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആയി പീലാവാനും ഇറിറ്റേഷൻ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ബെറ്റർ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് നിങ്ങൾക്ക് മോർണിംഗ് യൂസ് ചെയ്യാം, റെറ്റിനോൾ നൈറ്റ്. മറ്റൊരു കോമ്പിനേഷനാണ് റെറ്റിനോളിൻ്റെ കൂടെ AHAസും BHAസും. AHAs BHAs എന്ന് ഉദ്ദേശിക്കുന്നത് കെമിക്കൽ എക്സ്ഫോളിയൻസ്, ആസിഡ്സ്, ഈ ഗ്ലൈക്കോളിക്, ലാക്റ്റിക്, സാലിസിലിക് ആസിഡ്സ് ഇതെല്ലാം നിങ്ങൾ റെറ്റിനോളിനോട് കൂടെ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സെയിം ഡേ യൂസ് ചെയ്യാം, ബട്ട് ലെയർ ചെയ്യുന്നത് ഒഴിവാക്കാം. റെറ്റിനോൾ ബെൻസോയിൽ പെറോക്സൈഡ് പോലെ ഒഴിവാക്കേണ്ട മറ്റൊരു കോമ്പിനേഷനാണ്, സെയിം ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കോമ്പിനേഷനാണ് വൈറ്റമിൻ സി ആൻഡ് ബെൻസോയിൽ പെറോക്സൈഡ്. നമ്മൾ പറഞ്ഞ സെയിം എഫക്റ്റ് തന്നെ. ഈ ബെൻസോയിൽ പെറോക്സൈഡ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ സിൻ്റെ ഇഫക്റ്റ് അവിടെ ഇല്ലാതാവും. അതതിനെ ഇൻഎഫക്റ്റീവ് ആക്കും. ആൻഡ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പീലാവാനും ഭയങ്കര ഇറിറ്റേഷൻസ് ഒക്കെ ഫീൽ ചെയ്യാനൊക്കെ കാരണമാവുന്നുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ സെയിം ടൈമിൽ ലെയർ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഡിഫറെൻറ്റ് ടൈമിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. സെയിം ടൈമിൽ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നതിന് കൂടെ ബെൻസോയിൽ പെറോക്സൈഡ് പോലുള്ള ക്രീം യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വൈറ്റമിൻ സിയുടെ കൂടെ AHA BHA, ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഗ്ലൈക്കോളിക് ആസിഡൊക്കെ പോലുള്ള എക്സ്ഫോളിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും അസിഡിക് pH ആണ് അല്ലേ. കൂടുതലായിട്ട് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനും നമ്മുടെ സ്കിന്ന് കൂടുതലായിട്ട് ഇറിറ്റേറ്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലെയറിങ് മൾട്ടിപ്പിൾ എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ്സ് ലൈക്ക് ലാക്റ്റിക്, ഗ്ലൈക്കോളിക്, സാലിസിലിക് ആസിഡ് ഇതൊക്കെ നമ്മുടെ സ്കിൻ ബാരിയറിന് ഡാമേജ് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ആസിഡിക് എക്സ്ഫോളിയേറ്ററുള്ള കോമ്പിനേഷൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ്. അത് അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, pH ഒക്കെ ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്തായിരിക്കും. നമ്മളിത് സിംഗിളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ pH ഒന്നും ബാലൻസ്ഡ് ഒന്നും ആവില്ല. അപ്പോൾ നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ ഇതേപോലുള്ള പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ മോർണിംഗ് ഒക്കെ യൂസ് ചെയ്ത് സൺ എക്സ്പോഷറൊക്കെ അടിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മോയ്സ്ചറൈസറും അതേപോലെ സൺസ്ക്രീനും യൂസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. സ്കിന്നിൽ ഇതേപോലെയുള്ള പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ, ആവശ്യമുള്ളവർക്ക് ഷെയറും ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.